പിന്നെ ലിൻഡ് മ്യൂസിയം കണ്ടു കഴിഞ്ഞാൽ നേരെ വന്നിറങ്ങുന്ന ലിൻഡ് ഷോപ്പിലേക്കാണ്. ഇത് ഇവരുടെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. ഫ്രീ ചോക്ലേറ്റ് ഒക്കെ തന്നാണ് അവർ നമ്മളെ അകത്തേക്ക് ക്ഷണിക്കുന്നത്. എല്ലാ ടൈപ്പ് പ്രോഡക്റ്റും അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ സൂപ്പർ മാർക്കറ്റിലും എയർപോർട്ടിലൊക്കെ ഇവരുടെ വളരെ കുറച്ച് ഫ്ലേവറുള്ള പാക്കറ്റ്സ് അല്ലേ കാണുന്നത്. ഇതിപ്പം എണ്ണിയാൽ തീരാൻ പറ്റുന്ന ഒന്നും അല്ലാന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഫ്ലേവേഴ്സാണ്. ഞാനിങ്ങനെ വീഡിയോയിൽ ഓരോന്നും ഇങ്ങനെ എടുക്കുവാണ്. കാരണം വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ള ഫ്ലേവേഴ്സാണ്. ഇപ്പോൾ ബ്ലൂവിൻ്റെ തന്നെ കുറേ പാക്കറ്റ്സ് കിടക്കുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല ഇതെന്താണെന്ന്. അപ്പോൾ പക്ഷേ എല്ലാം തമ്മിൽ ഫ്ലേവേഴ്സിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പിക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഇതൊരു ഒന്നോ രണ്ടോ തിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് മാറി നടക്കുമായിരുന്നു. അങ്ങനെ പിക്ക് ചെയ്ത ചോക്ലേറ്റ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ നിന്നൊരു ടിന്നെടുത്തു. അപ്പോൾ കുറച്ച് ഹൈറ്റ് ഉള്ളതാണ് എടുത്തത്. അപ്പോൾ ഈ ഹൈറ്റ് ഉള്ളത് എടുക്കുവാണെങ്കിൽ ഈ ചോക്ലേറ്റ്സ് ഇങ്ങനെ എന്താ പറയുക പ്രസ്സായി പോകത്തില്ലല്ലോ. അപ്പോൾ അഹന ഇത് ബില്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കുറച്ച് എക്സസ് വന്നത് അവർ വേറൊരു പാക്കറ്റിൽ കെട്ടിയിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇവിടുന്ന് 2-3 ചോക്ലേറ്റ് പിക്ക് ചെയ്തിരുന്നു. കണ്ടോ ഈ ചെറിയ പാക്കറ്റിലുള്ളത്, അത് ലിക്കർ ഫിൽഡ് ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ ഇവർക്ക് ആകെ ഉള്ളത് 2 വെറൈറ്റി മാത്രം. പക്ഷേ അത് പോരാ. നിങ്ങൾ ലിക്കർ ഫിൽഡ് ചോക്ലേറ്റ്സ് കഴിച്ചിട്ടുണ്ടോ? ആൻഡൻബർഗ് എന്ന് പറയുന്ന അതേ കമ്പനിയുടെ തന്നെ വാങ്ങി കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ്. എയർപോർട്ടിലൊക്കെ കിട്ടും. അപ്പോൾ അത് കഴിച്ചിട്ടില്ലാത്തവർ ഇനി വരുമ്പോൾ എന്തായാലും കഴിച്ചു നോക്കണം. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. അപ്പോൾ കുറേയും കൂടെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പാക്കറ്റ്സൊക്കെ ഞാൻ കണ്ടു. അതും ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ഈ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.